മാതാപിതാക്കൾക്ക് ഇതിൽ പങ്കെടുക്കാൻ അവസരമുണ്ടോ? മാതാപിതാക്കളുടെ പ്രോഗ്രാം അല്ല ഇത്, കുഞ്ഞുങ്ങൾക്കുള്ള പ്രോഗ്രാമാണ്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ കുഞ്ഞുങ്ങളുടെ ഏറ്റവും നല്ല മെൻറ്റേഴ്സ്, ഏറ്റവും നല്ല കൂട്ടുകാർ മാതാപിതാക്കളാകേണ്ടതാണ്, അല്ലേ? പക്ഷേ നമ്മളിപ്പോൾ സമൂഹത്തിൽ കാണുന്ന പല കാര്യങ്ങൾക്കും ഇപ്പം ഞങ്ങൾ കൗൺസിലിംഗ് നടത്തുമ്പോൾ പലപ്പോഴും പല സങ്കടപ്പെട്ട് നിൽക്കുന്ന മാതാപിതാക്കളെയും കാണാറുണ്ട്. അതായത് അവർക്ക് കുഞ്ഞുങ്ങളുടെ മുകളിൽ ഒരു തരത്തിലുള്ള ഇൻവോൾവ്മെൻറ്റും ഇല്ലാത്ത കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ മാതാപിതാക്കളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തത്. ഒരു എക്സാമ്പിൾ പറയാം. ഈ പ്രോഗ്രാമിൻ്റെ ആദ്യത്തെ 30 ദിവസം എല്ലാ മാതാപിതാക്കൾക്കും ഒരു ട്രെയിനിങ് ഉണ്ട്. ആ 30 ദിവസത്തെ പ്രോഗ്രാം റൂൾ ഓഫ് 21 എന്ന് കേട്ടിട്ടില്ലേ? നമ്മളൊരു കാര്യം അടുത്ത 21 ദിവസം നമുക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായി മാറും എന്നുള്ളൊരു സിസ്റ്റമുണ്ട്. അങ്ങനെ 30 ദിവസം ഞങ്ങളുടെ നിർദ്ദേശത്തിൽ ഞങ്ങളുടെ ശിക്ഷണത്തിൽ പോകുന്ന മാതാപിതാക്കൾക്ക് വളരെയധികം കുഞ്ഞുങ്ങളുടെ മുകളിൽ ഇൻവോൾവ്മെൻറ്റ്സ് കൂടുന്നതായിട്ട് ഞങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളെയും കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എല്ലാ ആക്ടിവിറ്റീസിലും കുഞ്ഞിന് വേണ്ട നിർദ്ദേശങ്ങളും സഹായങ്ങളും സപ്പോർട്ടുകളും സുരക്ഷയും ഇൻവോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാതാപിതാക്കൾക്കുണ്ട്. ഒരു ഏജൻസീനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെ ഒരു പ്രൊഫഷണൽ ടീമിനെ ഇത് ഏൽപ്പിച്ച് മാറി നിൽക്കുകയല്ല വേണ്ടത്. നിങ്ങളും കുഞ്ഞുങ്ങളുടെ ഒപ്പം നിൽക്കണം. അതുകൊണ്ട് നിങ്ങൾക്കും കൂടെ കുറേ ഗുണങ്ങളുണ്ടായിരിക്കും. നമ്മളുടെ ആവശ്യമാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാതാപിതാക്കളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ പ്രോഗ്രാമിലേക്ക് വളരെ വളരെ നിർബന്ധമാണ്.